നമസ്കാരം KCN മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. KSRTC സൗജന്യ യാത്ര മലബാറിലെ വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടില്ല. NYL പ്രക്ഷോഭത്തിലേക്ക്. CWSA സംസ്ഥാന സമ്മേളനം കാസർഗോഡ്. ജില്ല ഒരുങ്ങി. സിദ്ദിഖിന്റെ തിരോധാനം ആവുന്നതെല്ലാം ചെയ്യുമെന്ന് KMCC. KCN ഫോളോ അപ്പ്. തങ്ങളുപ്പാപ്പ ഉറൂസിന് തിരക്കേറി. നെല്ലിക്കുന്നിലേക്ക് വിശ്വാസികളുടെ ഒഴുക്ക്. അയ്യപ്പൻ തിരുവിളക്ക് മഹോത്സവം സമാപിച്ചു. ആത്മനിർവൃത്തി അടഞ്ഞ ആയിരങ്ങൾ. വിശദമായ വാർത്തകളിലേക്ക്. KSRTC സൗജന്യ യാത്ര മലബാറിലെ വിദ്യാർത്ഥികൾക്കും കൂടി പ്രയോജനപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് NYL പ്രക്ഷോഭത്തിൽ. KSRTCയിലേക്ക് മാർച്ച്. KSRTC ബസ്സിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യ പാസ് അനുവദിക്കുക എന്നുള്ള തീരുമാനം മലബാർ മേഖലയെ പ്രതികൂലമായി ബാധിക്കും. ID കാർഡുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് നിലവിൽ സൗജന്യ യാത്ര അനുവദിക്കുക. മലബാർ മേഖലയിൽ മിക്ക വിദ്യാർത്ഥികൾക്കും ID കാർഡില്ല. അതുകൊണ്ട് തന്നെ മലബാർ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് കൂടി ID കാർഡ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു NYL ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ KSRTC ബസ് ഡിപ്പോയിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് NYL സംസ്ഥാന പ്രസിഡന്റ് അജിത് കുമാർ ആസാദ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥി സമൂഹത്തിന് സൗജന്യമായി യാത്രാ സൗകര്യം അനുവദിക്കുമെന്ന് പറയുമ്പോൾ അതും KSRTC കാർഡ് ഐഡന്റിറ്റി കാർഡ് അനുവദിച്ചിട്ടുള്ളവർക്കാണ് എന്ന് പറയുമ്പോൾ ഇത് മലബാർ മേഖലയിൽ എത്ര കുട്ടികൾക്ക് KSRTC സൗജന്യ പാസ് അനുവദിച്ചിട്ടുണ്ട് എന്ന് കൂടി ഈ മന്ത്രി ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു. കേരളത്തിൽ മൊത്തം 1,30,000 കുട്ടികൾക്ക് മാത്രം സൗജന്യ പാസ് അനുവദിച്ചിരിക്കുന്ന ഈ വകുപ്പ് കേരളത്തിലെ മൊത്തം കുട്ടികൾക്ക് സൗജന്യ യാത്ര നൽകുമെന്ന് പറഞ്ഞ് മലബാർ മേഖലയെ വീണ്ടും അവഗണിച്ചിരിക്കുന്നു. നമുക്കറിയാം, തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്കുള്ള ദൂരത്തെക്കാൾ കൂടുതലാണ് ഈ കാസർഗോഡ് എന്ന് പറയുന്ന പ്രദേശത്തെ അവഗണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മലബാർ മേഖലയെ അവഗണിച്ചുകൊണ്ടിരിക്കുന്നത്. റഹീം ബെണ്ടിച്ചാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മക്കൾക്ക് ആനവണ്ടിയിൽ കയറി യാത്ര ചെയ്യണ്ട എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? CWSA സംസ്ഥാന സമ്മേളനം കാസർഗോഡ് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്റ്റേറ്റ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക, സ്വകാര്യ മേഖലയിലെ കരാറുകാരെ സർക്കാർ തലത്തിൽ അംഗീകരിക്കുക, നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനത്തിൽ ഉന്നയിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ NA നെല്ലിക്കുന്ന് MLA, വർക്കിംഗ് ചെയർമാൻ BK അബ്ദുൽ സമദ്, P ശിവാനന്ദൻ, KV രമണൻ, PR ശശി, രവി മാമുനി, PC ജോണി, AB വിജയൻ, AR മോഹൻ തുടങ്ങിയവർ സംബന്ധിച്ചു. 8 വർഷമായി ദുബൈയിൽ കാണാതായ സിദ്ദിഖിന് വേണ്ടി KMCC രംഗത്ത്. ആവുന്നതെല്ലാം ചെയ്യുമെന്ന് ദുബൈ KMCC ഭാരവാഹികൾ അറിയിച്ചു. KCN ഫോളോ അപ്പ്. ദുബായിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ കാണാതായ സീതാങ്കോളി മുഗറോഡ് സ്വദേശി അബൂബക്കർ സിദ്ദീഖിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങളുമായി ജീവകാരുണ്യ സംഘടനയായ KMCC രംഗത്ത്. 8 വർഷങ്ങളായി അബൂബക്കർ സിദ്ദീഖിനെ കാത്തിരിക്കുന്ന മാതാപിതാക്കളുടെ ദുരിതത്തെപ്പറ്റി കഴിഞ്ഞ ദിവസം KCN ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. കാത്തിരിപ്പിന്റെ വേദനയ്ക്ക് പുറമെ വാർദ്ധക്യ സഹജമായ രോഗങ്ങളും കൂടി ബാധിച്ചതോടെ ഏറെ കഷ്ടതയനുഭവിക്കുകയാണ് ഈ മാതാപിതാക്കൾ. KCN ന്യൂസിന്റെ ഓൺലൈൻ പതിപ്പായ കാസർഗോഡ് channel.comന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്ത വാർത്ത ആയിരക്കണക്കിന് ആളുകൾ ഷെയർ ചെയ്തിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് അബൂബക്കർ സിദ്ദീഖിന്റെ തിരോധാനത്തിൽ ഇടപെടാൻ KMCC കാസർഗോഡ് മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചത്. ദുബായ് KMCC കാസർഗോഡ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് മഹമ്മൂദ് കുളങ്ങര, സെക്രട്ടറി സലാം കന്യപ്പാടി, ട്രഷറർ ഫൈസൽ പട്ടേൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഫേസ്ബുക്ക്, വാട്സപ്പ് തുടങ്ങിയ സോഷ്യൽ നെറ്റ്വർക്കുകളിൽ വാർത്തയുടെ വീഡിയോയും അബൂബക്കർ സിദ്ദീഖിന്റെ ഫോട്ടോയും വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതിനു പുറമെ എംബസിയുമായും ദുബായ് ഗവൺമെന്റുമായും ബന്ധപ്പെടുമെന്നും KMCC നേതാവ് സലാം കന്യപ്പാടി പറഞ്ഞു. 8 വർഷത്തോളമായി മകൻ അബൂബക്കറിൻ്റെ മടങ്ങി വരവിന് കാത്തു നിൽക്കുന്ന മുഗറോഡിലെ അബ്ദുല്ല ഹാജിയുടെ നിസ്സഹായാവസ്ഥ കാസർഗോഡ് ചാനലിൽ ഖയ്യൂം മാന്യയുടെ റിപ്പോർട്ട് KMCCയുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുകയാണ്. KMCC ഇവിടുത്തെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളെ ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ സോഷ്യൽ മീഡിയയെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ടും KMCCയുടെ എല്ലാവിധ സ്വാധീനങ്ങളും ഉപയോഗിച്ചുകൊണ്ടും അബൂബക്കറിനെ കണ്ടെത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളരികിലേക്ക് അയക്കുവാനുള്ള ശക്തമായ പ്രവർത്തനം KMCC നടത്തും. ഇൻഷാ അല്ലാഹ് കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടെ 8 വർഷമായി കാത്തിരിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രതീക്ഷകൾക്ക് പുതിയ നിറങ്ങൾ കൈവന്നിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തങ്ങളുപ്പാപ്പ ഉറൂസിന് തിരക്കേറി. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി 10,000ങ്ങളാണ് നെല്ലിക്കുന്നിലേക്ക് ഒഴുകുന്നത്.
നെല്ലിക്കുന്ന് തങ്ങളുപ്പാപ്പ ഉറൂസ് 4ാം ദിവസത്തിലേക്ക് കടന്നതോടെ വൻ ജനപ്രവാഹമാണ് കണ്ടുവരുന്നത്. കാസർഗോഡിന്റെ മനസ്സിന് ആനന്ദവും പുളകവും സമ്മാനിക്കുന്ന കാഴ്ചയാണ് നെല്ലിക്കുന്നിലും പരിസര പ്രദേശങ്ങളിലും ഉള്ളത്. നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നായി നിരവധി മതവിശ്വാസികളാണ് നെല്ലിക്കുന്നിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കഴിഞ്ഞ 3 ദിവസമെല്ലാം മതപ്രസംഗം ശ്രവിക്കാനും അതുപോലെ തന്നെ മഹാൻ സിയാറത്തിനായി കുറേ ആളുകൾ വന്നിരുന്നു. നമ്മുടെ കാസർഗോഡ് നിന്നും പ്രാന്തപ്രദേശങ്ങളിൽ നിന്നും ഒക്കെ വന്നിരുന്നു. അപ്പോൾ ഇനിയുള്ള നാളുകളിൽ ഈ കർണാടകയിൽ നിന്നും ബാക്കിയുള്ള പല സ്ഥലത്തു നിന്നും ഇപ്പോൾ 3 ദിവസം കണ്ട തിരക്കിനേക്കാൾ കൂടുതൽ തിരക്കാണ് ഇനി അനുഭവപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ എല്ലാ ഉറൂസുകളിലും നമ്മൾ പറയുന്നതാണ് ഈ ഉപ്പാപ്പ ഉറൂസ് മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകം എന്ന്. അപ്പോൾ അത് ആ പ്രഖ്യാപനം അനർത്ഥമാക്കുന്ന വിധത്തിലാണ് കഴിഞ്ഞ 3 ദിവസങ്ങളിലുണ്ടായ ആളുകൾ. എല്ലാ ജാതികളിലും മതങ്ങളിലും പെട്ട ആളുകൾ ഈ മഹാൻ സിയാറത്തിനും ഒക്കെ വന്നിരുന്നു. ഇനിയുള്ള നാളുകളിലും അത് ഉണ്ടാകും. കഴിഞ്ഞ 3 ദിവസങ്ങളായി മതപ്രഭാഷണം ശ്രവിക്കാനും മഖാം സിയാറത്തിനും 10,000 പങ്കെടുത്തു. ഇനിയുള്ള ദിവസങ്ങൾ ആളുകളുടെ തിരക്ക് വർദ്ധിക്കും. 11 ദിവസങ്ങളായി 10 ലക്ഷം ഭക്താവലി നെല്ലിക്കുന്നിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ഉറൂസ് കമ്മിറ്റി പ്രസിഡന്റ് ഹാജ് പൂന അബ്ദുറഹ്മാൻ, ജനറൽ സെക്രട്ടറി എൻ നെല്ലിക്കുന്ന്, MLA ട്രഷറർ അനീഫ് നെല്ലിക്കുന്ന്, ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഹാജ് ഇബ്രാഹിം കേളുവളപ്പിൽ, ഖാദർ മങ്കര, അബ്ദു തൈവളപ്പ് തുടങ്ങിയവർ സംബന്ധിച്ചു. കാസർഗോഡ് അയ്യപ്പൻ തിരുവിളക്ക് മഹോത്സവം സമാപിച്ചു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നടന്ന മഹോത്സവത്തിൽ അയ്യപ്പ ഭക്തരടക്കം ആയിരക്കണക്കിന് പേർ സംബന്ധിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറി. രാത്രി പാലക്കൊമ്പ് എഴുന്നള്ളത്ത് നടന്നു. പാറക്കട്ട ശാസ്താനഗർ അയ്യപ്പ ഭജന മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച പാലക്കൊമ്പ് എഴുന്നള്ളത്ത് മല്ലികാർജുന ക്ഷേത്ര പരിസരത്ത് സമാപിച്ചു. രാത്രി മഹാപൂജ, തായമ്പക, തിരി ഉഴിച്ചൽ, കനൽച്ചാട്ടം, പാൽക്കിണ്ടി എഴുന്നള്ളത്ത് എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം കാസർഗോഡ് നടന്നു. KPCC ജനറൽ സെക്രട്ടറി P. രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഈ സ്ഥലം മാറ്റം പെടുന്നവരിൽ കാസർഗോഡേക്ക് സ്ഥലം മാറ്റി കഴിഞ്ഞാൽ പലപ്പോഴും അതൊരു ശിക്ഷണ നടപടിയായിട്ടാണെങ്കിൽ പോലും അത് കാസർഗോഡിൻ്റെ ഒരു അവസ്ഥ വെച്ചത് ദയനീയ അവസ്ഥയാണ്. കാരണം വരുന്നവരെല്ലാം CPM അനുകൂലികളായ ഉദ്യോഗസ്ഥരാണ്. KGOU ജില്ലാ പ്രസിഡന്റ് M. ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. DCC വൈസ് പ്രസിഡന്റ് PA അഷറഫ് അലി, അഡ്വക്കേറ്റ് PK ചന്ദ്രശേഖരൻ, ശാന്തമ്മ ഫിലിപ്പ്, അർജുനൻ തായലങ്ങാടി, സാജിദ് മൗവൽ, VV രമേശൻ, MP വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. ഗവൺമെന്റ് സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ GSTU കാസർഗോഡ് ഉപജില്ലാ സമ്മേളനം ചെർക്കളയിൽ നടന്നു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സമ്മേളനം DCC സെക്രട്ടറി തച്ചങ്ങാട് ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്തോട് പുലർത്തുന്ന ഒരു വിഭാഗം ജനങ്ങളാണ് എന്നും GSTU പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
GSTU ഉപജില്ലാ പ്രസിഡന്റ് KA ചാക്കോ അധ്യക്ഷത വഹിച്ചു. PS സന്തോഷ് കുമാർ, കുഞ്ഞിക്കണ്ണൻ കരിശ്ശേരി, BA ഇസ്മയിൽ, M പുരുഷോത്തമൻ, KK സുഹ്റ, ജോസ് മാത്യു, TK ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ സംസ്ഥാന അവാർഡ് ജേതാവ് M സീതാരാമ, ഗുരുശ്രേഷ്ഠ പുരസ്കാര ജേതാവ് TO രാധാകൃഷ്ണൻ, 2011 സെൻസസ് ബെസ്റ്റ് എന്യൂമറേറ്റർ പുരസ്കാരം നേടിയ A ജയദേവൻ എന്നിവരെ അനുമോദിച്ചു. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം GSTU സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം AJ പ്രദീപ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. M നാരായണൻ നമ്പൂതിരി, K രാജീവൻ, KJ ജോണി, രാജേഷ് കുമാർ, VR അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ സമൂഹ മന്ദരോഗ നിവാരണ ചികിത്സാ പരിപാടിക്ക് തുടക്കമായി. ചികിത്സാ പരിപാടിയുടെ 1ാം ഘട്ടം തുടങ്ങി. ദേശീയ സമൂഹ മന്ദരോഗ നിവാരണ ചികിത്സാ പരിപാടിയുടെ ഭാഗമായി കാഞ്ഞങ്ങാട്ട് വിളംബര ജാഥ നടന്നു. വിളംബര ജാഥ ഹോസ്റ്റർ CI TP സുമേഷ് ഫ്ലാഗ് ഓഫ് ചെയ്തു. വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയം തിരഞ്ഞെടുത്തുകൊണ്ട് അത് ജനങ്ങളിലെത്തിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇത്തരത്തിലുള്ള കഠിനമായ ഒരു വിഷയം ജനപിന്തുണ ആർജിക്കുന്നതിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ വളരെ കഠിനമായ ഒരു ശ്രമം തന്നെയാണ്. സാധാരണയായി ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും ജനങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വളരെ റെസ്പോൺസിബിളായ ആളുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ഈ ഭാരിച്ച ഉത്തരവാദിത്വം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് കാഞ്ഞങ്ങാട് നഗരസഭ, അതുപോലെ തന്നെ CHC പെരിയ, വെക്ടർ കൺട്രോൾ യൂണിറ്റ്, മിഡോൺ റോട്ടറി ഉൾപ്പെടെയുള്ള സോഷ്യൽ കമ്മിറ്റഡായ സന്നദ്ധ സംഘടനകളെയൊക്കെ സഹകരിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ മലേറിയ ഓഫീസർ V സുരേഷൻ, നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T സുലേഖ, അഡ്വക്കേറ്റ് അനിൽ വിൻസെന്റ് ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. ഹോസ്ദുർഗ് പരിസരത്ത് നടന്ന സമാപന യോഗം നഗരസഭാ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴ്ന്നോറടി ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ കുഞ്ഞികൃഷ്ണൻ, മാസ് മീഡിയ ഓഫീസർ രാമചന്ദ്ര, വില്യംസ് ജോസഫ്, SR സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. വിളംബര ജാഥയിലെ കൊതുക് മനുഷ്യൻ ഏറെ ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. CPIM കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം 18, 19 തീയതികളിൽ നടക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി തണ്ണോട്ട് വനിതാ സമ്മേളനം നടന്നു. CPIM കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം ഡിസംബർ 18, 19 തീയതികളിൽ വെള്ളിക്കോത്ത് വെച്ച് നടക്കും. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള അനുബന്ധ പരിപാടി വിവിധ കേന്ദ്രങ്ങളിൽ നടന്നു. രാവണേശ്വരം തണ്ണോട്ട് മഹിളാ സെമിനാർ നടന്നു. മഹിളാ സെമിനാർ AIDWA E പത്മാവതി ഉദ്ഘാടനം ചെയ്തു. ഒക്ടോബർ മാസം തുടങ്ങിയ സമ്മേളനം, ആ സമ്മേളനത്തിന്റെ സമാപനമാണ് പാർട്ടി കോൺഗ്രസ്. ഒരു 7 മാസക്കാലം നീണ്ടു നിൽക്കുന്ന വലിയൊരു പ്രക്രിയയാണ് CPIMനെ സംബന്ധിച്ച് അതിൻ്റെ സമ്മേളനം. ഒക്ടോബർ മാസത്തിൽ ബ്രാഞ്ച് സമ്മേളനം, നവംബർ മാസത്തിൽ ലോക്കൽ സമ്മേളനങ്ങൾ, ഇപ്പോൾ ഈ ഡിസംബർ മാസത്തിൽ എല്ലാ ഏരിയ സമ്മേളനങ്ങളും, ജനുവരി മാസത്തിൽ ജില്ലാ സമ്മേളനം, ഫെബ്രുവരി മാസത്തിൽ ആലപ്പുഴയിൽ വെച്ച് സംസ്ഥാന സമ്മേളനം, പിന്നീടാണ് ഏപ്രിൽ മാസത്തിൽ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. CPM ലോക്കൽ സെക്രട്ടറി M ബാലകൃഷ്ണൻ അധ്യക്ഷനായി. കാഞ്ഞങ്ങാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് A കൃഷ്ണൻ, P ദാമോദരൻ, ദേവി രവീന്ദ്രൻ, ലക്ഷ്മി, സുനു ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. മഹിളാ സെമിനാറിൽ പങ്കെടുക്കാൻ നിരവധി സ്ത്രീകൾ എത്തിയിരുന്നു. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ. കുമ്പളയിൽ 3 കടകൾ കത്തിനശിച്ചു. പഴയ പോസ്റ്റ് ഓഫീസിന് സമീപത്തെ ഭാരത് കോൾഡ് ഹൗസ്, കുമ്പള മെഡിക്കൽ ഷോപ്പ്, പച്ചക്കറി കട എന്നിവയാണ് കത്തിനശിച്ചത്. ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് നിഗമനം. 5 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. KSTA ജില്ലാ സമ്മേളനം ഞായറാഴ്ച കാലിക്കടവിൽ നടക്കും. പ്രതിനിധി സമ്മേളനം DYFI സംസ്ഥാന സെക്രട്ടറി M സ്വരാജും പൊതുസമ്മേളനം CKP പത്മനാഭനും ഉദ്ഘാടനം ചെയ്യും. KNM ജില്ലാ പൊതുസമ്മേളനം ഞായറാഴ്ച ചെങ്കള സിറ്റിസൺ നഗറിൽ നടക്കും. നായന്മാർമൂല തൻബീഹുൽ ഇസ്ലാം LP സ്കൂൾ സ്മാർട്ട് ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. ജമാഅത്ത് പ്രസിഡന്റ് NA അബൂബക്കറാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. പുല്ലൂർ ദേശീയപാതയോരത്ത് DYFI നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം സാമൂഹ്യ വിരുദ്ധർ തകർത്തു. DYFIയുടെ പുല്ലൂർ യൂണിറ്റാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. മാസങ്ങൾക്ക് മുമ്പ് DYFI പ്രവർത്തകർ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് തകർക്കപ്പെട്ടത്. ശനിയാഴ്ച പുലർച്ചെയോടെയാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർത്തത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ബസ് സമയ വിവരം സൂചിപ്പിക്കുന്ന ബോർഡും നശിപ്പിച്ച നിലയിലാണ്.
ബസ് കാത്തിരിപ്പ് കേന്ദ്രം വികൃതമാക്കിയ ശേഷം കരിയോയിൽ ഒഴിച്ച് വൃത്തികേടാക്കുകയായിരുന്നു. മറ്റു സൗകര്യങ്ങളില്ലാത്ത യാത്രികർക്ക് ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇല്ലാതായതും ദുരിതമായി. ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്ന വിവരമറിഞ്ഞ് അമ്പലത്തറ പോലീസ് സ്ഥലത്തെത്തി. പുല്ലൂരിൽ പോലീസ് പിക്കറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KSRTC സൗജന്യ യാത്ര മലബാറിലെ വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടില്ല. NYL പ്രക്ഷോഭത്തിലേക്ക്. CWSA സംസ്ഥാന സമ്മേളനം കാസർഗോട്ട്. ജില്ല ഒരുങ്ങി. സിദ്ദിഖിന്റെ തിരോധാനം ആവുന്നതെല്ലാം ചെയ്യുമെന്ന് KMCC. KCN ഫോളോ അപ്പ്. തങ്ങളുപ്പാപ്പ ഉറൂസിന് തിരക്കേറി. നെല്ലിക്കുന്നിലേക്ക് വിശ്വാസികളുടെ ഒഴുക്ക്. അയ്യപ്പൻ തിരുവിളക്ക് മഹോത്സവം സമാപിച്ചു. ആത്മനിർവൃതിയടഞ്ഞ ആയിരങ്ങൾ. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.